നമസ്കാരം. N4 ന്യൂസിന്റെ ഇന്നത്തെ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. പാലപ്പിള്ളി കുണ്ടായിയിൽ ബൈക്ക് യാത്രക്കാരായ കുടുംബത്തിന് നേരെ പാഞ്ഞെടുത്ത് കാട്ടാന. അടിപ്പാത നിർമ്മാണം നടക്കുന്ന ആമ്പല്ലൂരിൽ ഗതാഗതക്കുരുക്ക് രൂക്ഷമാകുന്നു. ഷൈൻ ടോം ചാക്കോ നാളെ ഹാജരാകണം. കൊച്ചി പോലീസിന്റെ നോട്ടീസ്. തൃശൂർ വടക്കാഞ്ചേരിക്കടുത്ത് പഴയ കുറാഞ്ചേരി ജംഗ്ഷനിൽ പെട്ടി ഓട്ടോറിക്ഷയും കാറും കൂട്ടിയിടിച്ച് അപകടം. ക്രൈസ്തവർ ഇന്ന് ദുഃഖവെള്ളി ആചരിച്ചു. ദുഃഖവെള്ളിയുടെ ഭാഗമായി വിവിധ ദേവാലയങ്ങളിൽ പരിഹാര പ്രദക്ഷിണം നടന്നു. ഗുരുവായൂർ തൈക്കാട് സ്വദേശി ലഹരിമരുന്ന് വിൽപ്പനയിലൂടെ സമ്പാദിച്ച സ്വത്ത് കണ്ടുകെട്ടി. വിശദമായ വാർത്തയിലേക്ക്. പാലപ്പിള്ളി കുണ്ടായിയിൽ ബൈക്ക് യാത്രക്കാരായ കുടുംബത്തിന് നേരെ പാഞ്ഞെടുത്ത് കാട്ടാന. കുണ്ടായി എസ്റ്റേറ്റ് ജീവനക്കാരനായ കുഞ്ഞിപ്പയും ഭാര്യയും മകളും ബൈക്കിൽ പോകുമ്പോഴാണ് സംഭവം. മകളെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി മടങ്ങുന്നതിനിടെ റോഡിൽ നിന്നിരുന്ന കാട്ടാനയുടെ മുൻപിൽ അകപ്പെടുകയായിരുന്നു. വ്യാഴാഴ്ച രാത്രി 12 മണിയോടെയായിരുന്നു സംഭവം. ആനയുടെ 5 മീറ്റർ അകലെ എത്തിയ ഇവർക്ക് നേരെ ആന പാഞ്ഞടുക്കുകയായിരുന്നു. ബൈക്ക് റോഡിലിട്ട് ഓടിയ 3 പേരും തലനാരിഴയ്ക്കാണ് ആനയുടെ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെട്ടത്. ഓടുന്നതിനിടെ ശ്വാസം കിട്ടാതെ റോഡിലിരുന്ന കുഞ്ഞപ്പയുടെ അടുത്തേക്ക് പാഞ്ഞുവന്ന ആനയെ ഭാര്യ കയ്യിൽ കരുതിയ ടോർച്ചെടുത്ത് എറിയുകയായിരുന്നു. ഇതിനിടെ ഇവരുടെ നിലവിളി കേട്ട് സമീപത്തെ ഡിസ്പെൻസറിയിലെ ജീവനക്കാരനും ഓടിയെത്തി. അതുവഴി വന്ന വെള്ളിക്കുളങ്ങര ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ അവരുടെ ജീപ്പിലാണ് ഇവരെ വീട്ടിലെത്തിച്ചത്. കൂട്ടം തെറ്റിയ ആന ദിവസങ്ങളായി പ്രദേശത്ത് ഭീതി പരത്തുകയാണ്. ജനവാസ മേഖലയിൽ ഇറങ്ങിയ ഒറ്റയാനെ മയക്കുവെടി വെച്ച് പിടികൂടണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. അടിപ്പാത നിർമ്മാണം നടക്കുന്ന ആമ്പല്ലൂരിൽ ഗതാഗതക്കുരുക്ക് രൂക്ഷമാകുന്നു. അവധിക്കാലമായതോടെ തിരക്കേറിയപ്പോൾ ആമ്പല്ലൂർ കടക്കാൻ യാത്രക്കാർ ഏറെ നേരമാണ് എടുക്കേണ്ടി വരുന്നത്. അടിപ്പാതയുടെ ബോക്സ് നിർമ്മാണം പൂർത്തിയായെങ്കിലും സർവീസ് റോഡുകളുടെ പണി ഇടഞ്ഞു നീങ്ങുന്നതാണ് ഗതാഗതക്കുരുക്ക് ഒഴിയാത്തതിന്റെ കാരണം. ദേശീയപാതയുടെ ഇരുവശങ്ങളിലുമുള്ള സർവീസ് റോഡുകൾ ദിവസങ്ങൾക്ക് മുൻപേ ടാറിംഗ് പൂർത്തിയാക്കിയെങ്കിലും റോഡിലെ കലുങ്ക് നിർമ്മാണം വലിച്ചു നീട്ടുകയാണ്. അടിപ്പാത നിർമ്മാണം നടക്കുന്ന ഭാഗത്തെ റോഡിന്റെ ശോചനീയാവസ്ഥയും കുരുക്കേറാൻ കാരണമാകുന്നുണ്ട്. വരന്തരപ്പിള്ളി, കല്ലൂർ ഭാഗങ്ങളിൽ നിന്നെത്തുന്ന വാഹനങ്ങളും സർവീസ് റോഡിലേക്ക് എത്തുന്നതോടെ ദേശീയപാതയിൽ അഴിയാ കുരുക്കാകും. പല സമയത്തും തൃശൂർ ഭാഗത്തേക്കുള്ള പാതയിലെ തിരക്ക് പുതുക്കാട് വരെയാണ് നീളാറുള്ളത്. തിരക്കിനിടയിലുണ്ടാകുന്ന ചെറിയ അപകടങ്ങളുമാകുമ്പോൾ വാഹനനിര പിന്നെയും നീളും. അടിപ്പാത നിർമ്മാണം ആരംഭിക്കുന്നതിന് മുൻപെയാണ് സർവീസ് റോഡ് പൊളിച്ചത്. ഡ്രെയിനേജുകൾ പൂർത്തിയാക്കാത്തത് മൂലം മഴവെള്ളം ഒഴുകിപ്പോകാൻ കഴിയാത്ത അവസ്ഥയിലാണ്. ദിനവും ആയിരക്കണക്കിന് വാഹനങ്ങൾ കടന്നുപോകുന്ന ടോൾ പാതയിൽ ദേശീയപാത അതോറിറ്റിയും ടോൾ കരാർ കമ്പനിയും നടത്തുന്ന നവീകരണ പ്രഹസനങ്ങൾക്ക് ഇരയാകുകയാണ് യാത്രക്കാർ. ഷൈൻ ടോം ചാക്കോ നാളെ ഹാജരാകണം. കൊച്ചി പോലീസിന്റെ നോട്ടീസ്. നടൻ ഷൈൻ ടോം ചാക്കോ നാളെ ഹാജരാകണമെന്ന് കൊച്ചി പോലീസിന്റെ നോട്ടീസ്. ശനിയാഴ്ച രാവിലെ 10 മണിക്ക് എറണാകുളം നോർത്ത് പോലീസ് സ്റ്റേഷനിൽ ഹാജരാകാനാണ് നോട്ടീസിൽ ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഷൈൻ ടോം ചാക്കോയെ കണ്ടെത്താനാകാത്തതിനാൽ നടന്റെ വീട്ടുകാർക്ക് ഇതു സംബന്ധിച്ച നോട്ടീസ് പോലീസ് കൈമാറും. ഹാജരായാൽ സെൻട്രൽ ACPയുടെ നേതൃത്വത്തിൽ ഷൈൻ ടോം ചാക്കോയെ ചോദ്യം ചെയ്യും. ലഹരി പരിശോധനയ്ക്കായി ഡാൻസ് ഓഫ് സംഘം ഹോട്ടലിലെത്തിയപ്പോൾ എന്തിനാണ് ഓടി രക്ഷപ്പെട്ടതെന്നാണ് അന്വേഷണ സംഘം പ്രധാനമായും ആരായുക. ഷൈനിന്റെ ഹോട്ടൽ മുറിയിൽ നടത്തിയ പരിശോധനയിൽ നിന്നും ലഹരി വസ്തുക്കളൊന്നും കണ്ടെത്തിയിരുന്നില്ല. പോലീസിന്റെ ലഹരി പരിശോധനയ്ക്കിടെ ഹോട്ടലിൽ നിന്നും ഇറങ്ങിയോടിയ ഷൈൻ ടോം ചാക്കോ നിലവിൽ തമിഴ്നാട്ടിലാണ് ഉള്ളതെന്നാണ് സൂചന. പൊള്ളാച്ചിയിലാണ് അവസാനമായി മൊബൈൽ ടവർ ലൊക്കേഷൻ കാണിച്ചതെന്ന് പോലീസ് സൂചിപ്പിക്കുന്നു. പോലീസിന്റെ അന്വേഷണത്തോട് സഹകരിക്കുമെന്ന് ഷൈൻ ടോം ചാക്കോയുടെ പിതാവ് മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു. തൃശൂർ വടക്കാഞ്ചേരിക്കടുത്ത് പഴയ കുറാഞ്ചേരി ജംഗ്ഷനിൽ പെട്ടി ഓട്ടോറിക്ഷയും കാറും കൂട്ടിയിടിച്ച് അപകടം. ഇന്ന് പുലർച്ചെയായിരുന്നു സംഭവം. ഇടിയുടെ ആഘാതത്തിൽ നിയന്ത്രണം വിട്ട കാർ സമീപത്തെ മയിൽക്കുറ്റി തകർത്ത് കാനയിലേക്ക് പതിച്ചു.
കുറാഞ്ചേരി ഭാഗത്തു നിന്നും കേച്ചേരി ഭാഗത്തേക്ക് സഞ്ചരിക്കുകയായിരുന്ന പെട്ടി ഓട്ടോറിക്ഷയും തൃശൂരിൽ നിന്ന് മഞ്ചേരി ഭാഗത്തേക്ക് സഞ്ചരിക്കുകയായിരുന്ന കാറുമാണ് കൂട്ടിയിടിച്ചത്. യാത്രക്കാർ നിസ്സാര പരിക്കുകളോടെ രക്ഷപ്പെട്ടു. അപകടങ്ങൾ തുടർക്കഥയായ മേഖലയിൽ വേഗനിയന്ത്രണ സംവിധാനങ്ങൾ ഒരുക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ക്രൈസ്തവർ ഇന്ന് ദുഃഖവെള്ളി ആചരിച്ചു. ദുഃഖവെള്ളിയുടെ ഭാഗമായി വിവിധ ദേവാലയങ്ങളിൽ പരിഹാര പ്രദക്ഷിണം നടന്നു.
ഗുരുവായൂർ തൈക്കാട് സ്വദേശി ലഹരിമരുന്ന് വിൽപ്പനയിലൂടെ സമ്പാദിച്ച സ്വത്ത് കണ്ടുകെട്ടി. മാണിക്കത്തുപടി വല്ലാശ്ശേരി വീട്ടിൽ PA ആകർഷിന്റെ പേരിലുള്ള ഫോക്സ് വാഗൻ കാർ, മോട്ടോർ സൈക്കിൾ എന്നിവയാണ് കണ്ടുകെട്ടിയത്. തൃശൂർ ഈസ്റ്റ് ഇൻസ്പെക്ടർ നൽകിയ താൽക്കാലിക ഓർഡർ ശരിവച്ചുകൊണ്ട് ചെന്നൈ കോമ്പിറ്റന്റ് അതോറിറ്റി കമ്മീഷണർ B. യമുനാദേവി ഉത്തരവിറക്കുകയായിരുന്നു. 2024 ജൂലൈയിൽ തൃശൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും 45 ഗ്രാം രാസലഹരിയുമായി 2 യുവാക്കളെ തൃശൂർ ഈസ്റ്റ് പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. അന്വേഷണത്തിൽ ആകർഷാണ് പ്രതികൾക്ക് രാസലഹരി നൽകിയതെന്ന് തെളിഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ആകർഷിനെ ഈസ്റ്റ് പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. തുടർന്ന് തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണർ R. ഇളങ്കോയുടെ നിർദ്ദേശപ്രകാരം ആകർഷിന്റെ സാമ്പത്തിക ഇടപാടുകൾ പരിശോധിച്ചതിൽ ഇയാൾക്ക് ലഹരി വസ്തുക്കളുടെ വിൽപ്പനയിലൂടെ വൻതോതിൽ പണം ലഭിച്ചിരുന്നതായും ഇതുപയോഗിച്ചാണ് ഇയാൾ ആഡംബര കാറും ബൈക്കും വാങ്ങിയതെന്നും കണ്ടെത്തി. ഇന്നത്തെ സ്വർണ്ണവില നോക്കാം. സ്വർണ്ണവിലയിൽ മാറ്റമില്ല. ഗ്രാമിന് 8,920 രൂപ, പവന് 71,360 രൂപ. ഇന്നത്തെ കാലാവസ്ഥ. കൂടിയ താപനില 34 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 26 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പാലപ്പിള്ളി കുണ്ടായിയിൽ ബൈക്ക് യാത്രക്കാരായ കുടുംബത്തിന് നേരെ പാഞ്ഞെടുത്ത് കാട്ടാന. അടിപ്പാത നിർമ്മാണം നടക്കുന്ന ആമ്പല്ലൂരിൽ ഗതാഗതക്കുരുക്ക് രൂക്ഷമാകുന്നു. ഷൈൻ ടോം ചാക്കോ നാളെ ഹാജരാകണം. കൊച്ചി പോലീസിന്റെ നോട്ടീസ്. തൃശൂർ വടക്കാഞ്ചേരിക്കടുത്ത് പഴയ കുറാഞ്ചേരി ജംഗ്ഷനിൽ പെട്ടി ഓട്ടോറിക്ഷയും കാറും കൂട്ടിയിടിച്ച് അപകടം. ക്രൈസ്തവർ ഇന്ന് ദുഃഖവെള്ളി ആചരിച്ചു. ദുഃഖവെള്ളിയുടെ ഭാഗമായി വിവിധ ദേവാലയങ്ങളിൽ പരിഹാര പ്രദക്ഷിണം നടന്നു. ഗുരുവായൂർ തൈക്കാട് സ്വദേശി ലഹരിമരുന്ന് വിൽപ്പനയിലൂടെ സമ്പാദിച്ച സ്വത്ത് കണ്ടുകെട്ടി. ഇതോടെ ഇന്നത്തെ വാർത്തകൾ പൂർണ്ണമാകുന്നു. തൃശൂർ ജില്ലയിലെ മുഴുവൻ വാർത്തകളും N4 ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വാർത്തകളും അറിയിപ്പുകളും സ്വീകരിക്കുന്ന നമ്പർ 9895070239. നന്ദി, നമസ്കാരം.